സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വീണ്ടും വരുന്നു. ഒരു കാരണവുമില്ലാതെ ഞാൻ ഒരിക്കലും ലൈവ് വരത്തില്ല. എന്തെങ്കിലും കാര്യം കണ്ടാൽ അതിനെക്കുറിച്ച് ശരിയായ കാര്യം ഞാൻ തുറന്നു പറയാനായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വരുന്നത്. 2-3 ദിവസത്തിന് മുമ്പായിട്ട് ഞാൻ പൊട്ടയായ പള്ളിയെക്കുറിച്ച് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് ആദ്യം തന്നെ പറയാം, ബൈബിളിൽ യേശു പറഞ്ഞത് മത്തായി 15:7-8-9 ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നിൽ നകന്നിരിക്കുന്നു. ഈ വാക്ക് നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുവേൻ. അതായത് ഞാൻ കൂടി നടക്കുന്ന പുത്രങ്കാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഓർത്തഡോക്സ് സഭയുടെ ഒരു നല്ല ദേവാലയമാണ്, തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ 3 മെത്രാന്മാർ, ഒന്ന് 6-ാം മാർത്തോമ്മ, 8-ാം മാർത്തോമ്മ, പുത്രങ്കാവിൽ കൊച്ചു തിരുമേനി, കാതോലിക്ക രക്തദീപം എന്നറിയപ്പെടുന്നത് 2 കൊച്ചു തിരുമേനിമാരെ ഉള്ളു ഓർത്തഡോക്സ് സഭയിൽ. ഒന്ന് പരുമല കൊച്ചു തിരുമേനിയും 2 പുത്രങ്കാവിൽ കൊച്ചു തിരുമേനിയും. ഞാൻ പറയട്ടെ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഫേസ്ബുക്കിൽ അങ്ങ് ബഹളമാണ്, കൊച്ചു തിരുമേനി എന്ന് പറഞ്ഞ്. എന്നാൽ ഈ പറയുന്ന ആ വ്യക്തിയുടെ പേരൊക്കെ അതിനകത്തുണ്ട്. ഞാൻ ആ മെസ്സേജ് അവരുടെ ആ സംസാരം പ്രസംഗം ഞാൻ ഇട്ട് തരാം. അതിൽ ആളുടെ പേരൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, പുത്രയാൽ കൊച്ചു തിരുമേനി നാടിനും സഭയ്ക്കും വേണ്ടി പ്രവർത്തിച്ച ആളാണ്. ഇത്രയും നല്ലൊരു മനുഷ്യൻ സഭയിലില്ല. പരുമല തിരുമേനി കഴിഞ്ഞാലുള്ള അടുത്ത ആൾ പുത്രയായ കൊച്ചു തിരുമേനാണ്. പഴയ കാലത്തെ ജോർജ് അച്ഛൻ, പിന്നീട് ഓസ്താസ്റ്റിയോസ് തിരുമേനി ആയെങ്കിലും അവരാരും ഇത്രയും വരത്തില്ല. പുത്രയായ കൊച്ചു തിരുമേനി എന്ന് പറഞ്ഞാൽ നാടിന് വേണ്ടി സ്കൂളുകൾ, കോളേജുകൾ പണിത് ഒന്നും കയ്യില്ലാതിരുന്നിട്ടും ഓടി നടന്ന് സംഭരിച്ച് കോളേജുകൾ, സ്കൂളുകളൊക്കെ പഠിച്ചു. ഹൈസ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ വരുന്ന വാദ്യാരോട് പറയും, 30-ാം തീയതി വന്ന് ഒപ്പിട്ട ചുമക്കോടും തിരിഞ്ഞു നോക്കരുത്, കാരണം കാശ് കയ്യിലില്ല. അവരൊക്കെ അങ്ങനെ പോയിരുന്നു അന്നത്തെ കാലത്ത്. പോട്ടെ, ആ തിരുമേനി അത്രയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു. ആ തിരുമേനിയെക്കുറിച്ച് ഇന്ന് വളരെ വിപുലമായിട്ട് ഒരു വ്യക്തി പറഞ്ഞു. അതൊക്കെ ശരിയായ കാര്യമാണ്. എന്നാൽ ഞാൻ ചോദിക്കുന്നത്, സഹോദരങ്ങളെ, നിങ്ങളുടെയൊക്കെ കണ്ണ് അടഞ്ഞിരിക്കുകയാണോ? ഈ പുത്രയാൽ കൊച്ചു തിരുമേനിയുടെ ഖബറ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, ഖബറിങ്കൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്, കഴിഞ്ഞ വർഷവും ഓശാന കഴിഞ്ഞിട്ട് കുരുത്തോടെയും ഉപേക്ഷിച്ച കുരുത്തോടെയും കോടിയും എന്തിന് വരാന്തയിൽ വിരിക്കാനുള്ള പഴയ കാർപ്പറ്റ് വരെ തിരുമേനിയുടെ കവറിനകത്താ സൂക്ഷിച്ച് ഖബർ പൂട്ടിയിട്ടു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു തീർത്ഥാടന കേന്ദ്രം, അവിടെ എപ്പോഴും ആര് വരുന്നു, ആരൊക്കെ വരുന്നു? അവിടെ വരുന്നവർ ചുമ്മാ വരുന്നതാണോ? നിങ്ങളുടെ പുരോഹിതനെ അല്ലെ മറ്റവനെ കാണാൻ വരുന്ന അല്ല. അവിടെ തിരുമേനിയുടെ ഖബറിൽ പ്രാർത്ഥിക്കാൻ വരുന്ന, അവിടെ ഖബർ തുറന്നിടണം. ഒരു പുരോഹിതൻ്റെ തോന്നിവാസം കാണിക്കാനുള്ളതല്ല പുത്രങ്കാവ് പള്ളി. അവിടെ ഏത് സമയത്തും, പകൽ സമയത്ത് ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പം ഖബർ തുറന്നിരിക്കണം. നിങ്ങൾക്ക് എന്തോ അസുഖമുണ്ട് അത് തുറന്നിടുന്നതിന്? നിങ്ങൾക്ക് ഇപ്പം ഈ വർഷവും കോടിയും കുരുത്തോടെയും തിരുമേനിയുടെ ഖബറിനകത്ത് കൊണ്ടിട്ടേച്ച് ഖബർ പൂട്ടിയിട്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ കുരുത്തോടെയും കൂടിയും മാറ്റിക്കഴിഞ്ഞ് 2 കസേര കൊണ്ട് അവിടെ ഇട്ടിരിക്കുക. എന്തൊക്കെ നിൻ്റെയൊക്കെ ഒടുക്കലത്തെ ഇത് വെക്കാനുള്ള സ്ഥലമാണോ ഇത്? 9 പി തോമസ് വികാരി,
നിന്റെ വീട്ടിൽ കൊണ്ടിടണ ഇതൊക്കെ ബെത്രാനോ അല്ലെ ആർക്കോ ഇരിക്കാനുള്ളോ അല്ലേ, അത് നിനക്ക് കൊണ്ടുവെക്കേണ്ടിടത്തിരിക്കണം. തിരുമേനിയുടെ കബറിങ്ങലല്ല. നിങ്ങളിന്ന് തിരുമേനിയെ കുറിച്ച് വിളിച്ചു പറയുന്നല്ലോ. എന്നാൽ എന്തുകൊണ്ട് തിരുമേനിയുടെ കബറിന് തിരുമേനിയുടെ കബറിങ്ങനെ അശുദ്ധമാക്കുന്നു നിങ്ങൾ? നാണമില്ലാത്ത കഴുതുകൾ. അത് വിളിച്ച് ഇത് പ്രസംഗിക്കുന്ന നീട്ടി പ്രസംഗിച്ച സുനിൽ പി മാറ്റുക, സുനിൽ പി നയനാണ്. സുനിൽ പി മാറ്റുക ആരണ്ട? ഏതവനായാലെന്താ? അവനൊന്നും കാണുന്നില്ലയോ? ഈ പള്ളി വന്ന മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് കഴിവുണ്ടല്ലോ. എന്തുകൊണ്ട് കബറിലേക്ക് കുരുത്തോരെയും കൊടിയുമൊക്കെ കൂട്ടിയിരിക്കുന്നതൊന്നും കണ്ടില്ലയോ? എന്തുകൊണ്ട് ചോദിച്ചില്ല? ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ പല കാര്യം ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്നോട് പ്രശ്നമാണ്. അതായത് കോവിഡ് സമയത്ത് കുർബാന ഭക്ഷിച്ച് വിശ്വാസികൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന പേപ്പർ ഗ്ലാസ്സിലാണ്. ആ പേപ്പർ ഗ്ലാസ് പള്ളിയുടെ നടുവിൽ പ്ലാസ്റ്റിക് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വിശ്വാസികൾ ഉപേക്ഷിക്കും. ആ ഉപേക്ഷിച്ച ഗ്ലാസ് വിശ്വാസികൾ പോയി കഴിഞ്ഞെങ്കിലും ആരെങ്കിലും എടുത്ത് പള്ളിയുടെ വെളിയിലെങ്കിലും എടുത്ത് വെക്കേണ്ട. കാരണം ഇതൊരു തീർത്ഥാടന കേന്ദ്രമല്ല, ഒരു പുരോഹിതൻ്റെ വീടല്ല. ഒരു പുരോഹിതൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെയും അവൻ്റെ വീട്ടിൽ ചെല്ലുന്ന ഒരാൾക്ക് വെള്ളം കൊടുത്താൽ ആ ഗ്ലാസ് ഉടനെ എടുത്ത് മാറ്റും. എന്തുകൊണ്ട് ഇവരൊക്കെ ഈ ബോധം വന്നില്ല? ഒരു ദേവാലയമായതുകൊണ്ട് എന്തും ആകാമെന്നോ? ഞാനൊരു പുരോഹിതനായതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാമെന്നോ? ലോകമറിയും പുത്തകാവ് പള്ളിയിൽ വന്ന് രണ്ട് വികാരിമാരെ കുറിച്ച്. ഒന്ന് വിമൽ മാമൻ ചെറിയാലച്ചനും ഒന്ന് തോമസ് പി നയനാനച്ചനും. ഇത്ര ആത്മീയതയില്ലാത്ത രണ്ട് വ്യക്തികൾ. ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തുകൊണ്ട് ഇന്നിപ്പം ഞാൻ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾക്കറിയാം, ഞാൻ ഒരു കാര്യത്തിലും പള്ളിയിൽ അങ്ങനെ ശുശ്രൂഷ കാണാൻ പോകത്തില്ല. കാരണം ദുഃഖവെള്ളിയാഴ്ച ഇന്ന് എല്ലായിടത്തും ദൈവം പറഞ്ഞത് മേലെ ആകാശത്തും താഴെ ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കരുത്, അത് ദൈവത്തെ സാമ്യപ്പെടുത്തരുത് എന്നുണ്ട്. എന്നാൽ ഒരു തടിക്കുരിശ്, എനിക്കറിയില്ല, തടിക്കുരിശ് പാരിതോമ്പിൻ്റെ ദേവാലയത്തിൽ നടുവിൽ വെക്കുന്നു. അത് ഓശാനയുടെ അന്നാണെന്ന് തോന്നുന്നു. അത് മൺബഹാര നേരെ താഴെ കൊണ്ടുവെക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച അതല്ല, കൊച്ചു പിള്ളേരെ വെള്ളത്തുണി പൊരിഞ്ഞ് മാമോദിസ കഴിഞ്ഞ് പൊക്കി നടക്കുന്ന പോലെ പള്ളിക്കകത്തൂടെയും പള്ളിക്ക് ചുറ്റിലൂടെയും ഇന്ന് കണ്ടത് പള്ളിക്ക് വെളിക്കൂടെ ആ കുരിശ് വെള്ളത്തുണിയിൽ പൊരിഞ്ഞ് കുരിശിൻ്റെ പകുതി മുക്കാനും വെളി കാണത്തക്കണം. അത് പിടിച്ചുകൊണ്ട് ഒരു മെത്രാനാണോ പുരോഹിതനാണോ പോകുന്നതാണ് കണ്ടത്. അപ്പം ഞാൻ ചോദിക്കുന്നു, അതിൽ ആ കുരിശിനെ ആരായിട്ടാണ് നിങ്ങൾ സങ്കല്പിച്ചേക്കുന്നത്? ദൈവമായിട്ടല്ലേ? ക്രൂശിൽ മരിച്ച ദൈവമായിട്ടല്ലേ നിങ്ങൾ സങ്കല്പിച്ചത് തടിക്കുരിശിനെ? ഇത് വിഗ്രഹാരാധന അല്ലാതെ എന്തുവാ? നിങ്ങൾക്ക് ഒരു കുരിശ് തടിക്കുരിശ് കൈവച്ചെങ്കിൽ ദൈവം എന്നറിയാൻ, ദൈവത്തെ കുരിശിച്ചു എന്ന് അറിയാനൊക്കത്തുള്ളൂ. ഏതായാലും കൊള്ളാം. പൊട്ടങ്കാപ്പള്ളിയുടെ വന്ന വികാരിമാരെല്ലാം രണ്ടുപേര് ഈ കഴിഞ്ഞ 2 പ്രാവശ്യം വന്ന വികാരിമാർ ശ്രേഷ്ഠരായ വികാരിമാരാണ്. കാരണം ഒരുത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കറുത്തകുപ്പായത്തിൽ വേർപ്പ് തുടക്കത്തുള്ളൂ. വേർത്താൽ ഉടനെ ഉടുപ്പ് കറുത്തകുപ്പായത്തിൻ്റെ കൈ അങ്ങോട്ട് വലിച്ചേച്ച് അതുകൊണ്ട് മുഖം തുടയ്ക്കും. അദ്ദേഹം തൈബോസവും ധ്യാനപ്രസവം നടക്കുന്ന സമയത്ത് അദ്ദേഹം വരുന്നത് നേരെ വന്ന് മഡ്ബഹായിലോട്ട് കയറും. മഡ്ബഹായിലാണ് അവൻ്റെ കറുത്ത കുപ്പായം വെച്ചേക്കുന്നത്. അതും എടുത്തിട്ടുണ്ട് വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഇന്ന് പുരോഹിതവർക്കും ചിന്തിക്കുന്നത് മഡ്ബഹ അവരുടെ കിടപ്പ് മുറിയാണെന്ന്. അവിടുന്ന് ജെല്ലിൽ കൂടെ ഓരോന്നെടുത്ത് വെളിയിലോട്ട് എറിയുന്ന പോലാണ് തിരുമേനിയുടെ കബറിങ്ങിലോട്ട് ഓരോന്നെടുത്ത് വെച്ചേക്കുന്നത്.
ഇന്നലെ ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പ് ഒരു മരണം നടന്നു. അവിടെ അടക്കത്തിന് പള്ളിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഈ ഒരു കറുത്ത കുപ്പായം, ഇത് ഏതായാലും വിശ്വാസികളുടെ അല്ലല്ലോ, ഏതായാലും ഒരു പുരോഹിതൻ്റെ ആരുടെ ആണെങ്കിലും എന്താ, ഇവൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വരണം. അല്ലാതെ പള്ളിയുടെ വിശ്വാസികൾ നിൽക്കുന്നിടത്ത് മാമോദിസ തൊട്ട് മുന്നിൽ മൂന്മൽ കുർബാന ചൊല്ലുന്ന വലത്തെ ത്രോണോസിൻ്റെ കൈവരിയയിൽ കറുത്ത കുപ്പായം ഇട്ടിരിക്കുന്നു. അതൊക്കെ ഇടാനുള്ള സമയം കഴിഞ്ഞ വിമൻ മാമൻ ചെറിയാൻ്റെ സമയത്ത് പ്രസംഗിക്കാനുള്ള പ്രസംഗിക്കുന്നതിന് മുന്നിൽ വയ്ക്കുന്ന ടേബിളിൻ്റെ മുന്നിലും പുറത്ത് ശുശ്രൂഷക്കാരുടെ കുപ്പായം ഉണങ്ങാനിട്ടിരിക്കുന്നു. ഇതൊക്കെ ചോദിക്കുന്നത് തെറ്റാണോ? നിൻ്റെയൊക്കെ ഇതാണോ? ഞാൻ ഇതിനെ കൂടുതൽ പറയുന്നില്ല. എൻ്റെ വായിൽ നിന്ന് നല്ല വാക്ക് വരും. ഏതവനാണെങ്കിലും നിങ്ങൾ എന്നോട് എന്ത് ചെയ്താലും ഞാനത് പറയും. നിങ്ങൾ അതരം കൊണ്ട് കൊച്ചു തിരുമേനി നിങ്ങൾ ആ വിശുദ്ധരെന്ന് പറയുന്നു, എന്നാൽ പ്രവൃത്തിയിൽ അദ്ദേഹത്തിൻ്റെ ഖബറിനെ അവഹേളിക്കുന്നു. നിങ്ങളോട് ഇപ്പോൾ എത്ര പേരാണ് നിങ്ങൾ കാണുന്ന ഏതവനെങ്കിലും, സുനിൽ മാത്യു ആണെങ്കിലും ആരാണെങ്കിലും വരട്ടെ എന്നോട് ചോദിക്കട്ടെ. ഇവരൊന്നും എന്നോട് ചോദിക്കത്തില്ല. ഇത് കണ്ടാലും വായി പൊറ്റിയൊക്കെ പോകും. ഇവരൊക്കെ പള്ളി വരും, അവിടെ കുറച്ച് പ്രതിവാക്കി ചൊല്ലാനായിട്ട്, അവിടെ നിന്ന് കഥ പറയാനായിട്ട്. എന്നാൽ അവിടെ ദേവാലയത്തിൽ എന്താ നടക്കുന്ന, ദേവാലയത്തിൽ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് നോക്കത്തില്ല. കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാൻ ആൾക്കാരുണ്ട്. 25 ലക്ഷത്തിൻ്റെ പിടിച്ചിട്ട് 45 ലക്ഷത്തിൽ കോൺട്രാക്റ്റ് തീർക്കാൻ ആൾക്കാരുണ്ട്. അതിന് അംഗീകാരം കൊടുക്കാനും ആൾക്കാരുണ്ട്. ഇല്ല, പറയട്ടെ, ഞാനിപ്പോൾ പറയുന്നു, എൻ്റെ മക്കളെ പുത്തക്കായി പള്ളിയിൽ നിങ്ങൾ ആരും എന്നെ ഇറക്കി വിടത്തില്ല. ഒരു പുരോഹിതൻ എന്നോട് ചോദിക്കില്ല, കാതോലിക്ക എന്നോട് ചോദിക്കത്തില്ല. ഞാൻ പറഞ്ഞുതരാം, ഇത്തര ഓർത്തഡോക്സ് സഭയെ പോലെ ഒരു നെറികെട്ട സഭ ലോകത്തില്ല. തോമസ് അച്ഛൻ കഴിഞ്ഞ ദിവസം തോമസ് അച്ഛൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അതായത് രണ്ട് രാജ്യങ്ങൾ, അത് രണ്ടും കാത്തലിക് വിശ്വാസികളുള്ള സ്ഥലമാണ്. അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി, യുദ്ധം നടന്നു. ഒടുവിൽ അവർ പറഞ്ഞു, നമുക്ക് യുദ്ധം അവസാനിപ്പിക്കണം. അവർ ഒരു മലമണ്ടയിൽ ഒരു യേശുവിൻ്റെ രൂപം സ്ഥാപിച്ച് അവിടെ നിന്ന് അവർ സത്യപ്രതിജ്ഞ ചെയ്തു, ഞങ്ങൾ ഈ യുദ്ധം ചെയ്തില്ല, ഞങ്ങൾ സ്നേഹത്തോടുകൂടി പോകുമെന്ന്. അതുപോലെ എന്തുകൊണ്ട് ഓർത്തഡോക്സ് സഭയ്ക്കും യാക്കോബ സഭയ്ക്കും കൂടെ പോയിക്കൂടാ? ഓർത്തഡോക്സ് സഭയ്ക്ക് അഹങ്കാരമാണ്. കാരണം ഇവൻ്റെ ഈ മെത്രാന്മാരുടെ ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശ് കൊണ്ടല്ല കേസും വഴക്കിനും പോകുന്നത്. കോടികൾ, അത് വിശ്വാസികളുടെ കാശ്. എന്നിട്ട് ഇവർ എന്നിട്ട് വിശ്വാസികളെ മുന്നോട്ട് വിടും, വഴക്കിന് വയ്യാവരിക്കും. എന്തുകൊണ്ട് നിങ്ങൾക്ക് രമ്യതപ്പെട്ടുകൂടെ? എന്തിന് പള്ളിക്ക് വേണ്ടി നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നു? മത്തായി മൂന്നാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ മത്തായി മൂന്നാമനും സഹോദരനും കൂടെ ഇത്രയും ട്രസ്റ്റ് ഉണ്ടാക്കി ഓരോന്ന് ചെയ്യാനായിട്ട്? എന്തുകൊണ്ട് സഭയുടെ കാശ് സഭയുടെ പേരിലിട്ടിട്ട് സഭയിൽ കൂടെ കൈകാര്യം ചെയ്യുന്നില്ല? നിങ്ങളെ വ്യക്തന്മാരെ പുരോഹിതനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ അൽമായരുണ്ട്. അല്പം കൈ വന്നപ്പോൾ ഏതാണ്ടാണെന്ന് കണ്ട് അങ്ങ് നിഗളിച്ച് നടക്കുന്നവരെ, അതൊക്കെ നിങ്ങൾ ഒരു ദിവസം സമയം അടുത്ത മക്കളെ നിങ്ങളെല്ലാം മനസ്സിലാക്കും. നിങ്ങൾ ഈ തിരുമേനിയെ വാഗൊണ്ട് ബഹുമാനിക്കുന്നതല്ല. ചില പുരോഹിതന്മാർ അവരുടെ
അവർ നല്ലവരാന്ന് കാണിക്കാനായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വേറെ ആരെങ്കിലും കണ്ടാൽ അയ്യോ എന്ത് തന്നെ മനുഷ്യരാ എന്ന് പറയും. എന്തിനാ ആ പുരോഹിതനെ നല്ലവനെന്ന് പറയാനായിട്ട്? മറ്റൊക്കെ ഈ അടുത്തുള്ള കൂടെ ഇരിക്കുന്ന ആൾ അത് ചോദ്യം ചെയ്തിട്ടുണ്ട് ഞാൻ. ആ അച്ഛൻ ഈ വീഡിയോ കാണാൻ അച്ഛൻ അറിയാം. കഴിഞ്ഞ ദിവസം വിമൽ മാമനച്ഛൻ ശവസംസ്കാരത്തിന് ഇവൻ്റെയൊക്കെ ഏത് സമയത്ത് അവൻ്റെ ശവം ഡെഡ് ബോഡി കല്ലറയ്ക്കകത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ വന്നിരിക്കുന്നു ഓരോ കറുത്ത കുപ്പായം ഇട്ടുകൊണ്ട് ഓരോരുത്തരെ. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് എൻ്റെ വെട്ടം കണ്ടു. അദ്ദേഹം സൂക്ഷിച്ചു നോക്കി ഞാൻ തന്നെയാണെന്ന്. കാരണം അദ്ദേഹം എന്നെ കണ്ടതിൽ കൂടുതൽ താടിയുണ്ട്, ഇച്ചിരി നരച്ചിട്ടുമുണ്ട്. രണ്ടാമത് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ നോക്കി നിൽക്കുക. പിന്നെ അദ്ദേഹം എന്നെ നോക്കാൻ നോക്കിയില്ല, അദ്ദേഹം അങ്ങ് പോയി. ഇതൊക്കെ ഞാൻ പറയുന്നില്ല മക്കളെ, നിങ്ങളൊക്കെ അനുഭവിക്കും, നിങ്ങളെല്ലാവരും അനുഭവിക്കും. പള്ളി ദേവാലയത്തോട് കളിക്കുന്നവർ നിങ്ങൾ അനുഭവിക്കാതെ പോയിട്ടില്ല. പുത്രജാവി കൊച്ചുവിലിൻ്റെ അടുത്ത് കളിച്ചവരാരും പോയിട്ടില്ല. അറിയാമല്ലോ വട്ടുപിടിച്ച് പോയതും, അറിയാമല്ലോ സ്കൂളിൻ്റെ മണ്ടേ കിടന്ന പ്ലാവിൻ്റെ കമ്പ് വെട്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒക്കത്തില്ല, വേണ്ട. അത് കാറ്റടിച്ച് ഒടിഞ്ഞ സൈഡിൽ മാറി വീണു, സ്കൂളിൻ്റെ മണ്ടേ വീഴാതെ. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നിങ്ങളിത് ഓർത്ത് വെച്ചോടി, നിങ്ങൾ മനസ്സിലാക്കും ഇതിനെക്കുറിച്ച്.